ഡേ 9 അല്ലേ? ഡേ 9 അല്ലേ? ഡേ 9 നമ്മുടെ പിന്നെ ബാക്ക് ഡേ ആണ്. ഇന്ന് നമ്മൾ രാത്രിയായിരുന്നു ഓർത്തു, ഇന്ന് നമ്മൾ ഉച്ചയ്ക്കാണ് ഓർത്തു. അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്യാന്നുള്ളതല്ലോ, ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടും രാത്രിയിലാണല്ലോ. അല്ലാതെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഈ രാവിലെ വർക്കൗട്ട് ചെയ്യണോ, വൈകിട്ട് വർക്കൗട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എങ്ങനെ എപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത്. ബേസിക്കലി എപ്പോഴായാലും വർക്കൗട്ട് ചെയ്താൽ മതി. ഇനി ബെൽറ്റ് എത്തണം. രാവിലെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോയിട്ട് വർക്കൗട്ട് ഇല്ലെന്ന് പറഞ്ഞു. ഇല്ല, രാവിലെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഇപ്പൊ ഇനി കിതക്കുന്നല്ലോ. ഓടിയോ എന്ത് സാപ്സോ അങ്ങനെ പല മസിലുണ്ട്. ചെസ്റ്റിനാണെങ്കിൽ അപ്പർ ചെസ്റ്റ്, ലോവർ ചെസ്റ്റ് അങ്ങനെ ഉണ്ട്. ബാക്കിലാണെങ്കിലും ഈ പറഞ്ഞത് കുറെ മസിൽസ് ഉണ്ട്. അപ്പൊ അത് ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോമിനനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ ഒരു ഗ്രിപ്പ് ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ വരും. ഈ വർക്കൗട്ടിന് കയറുമ്പോ തന്നെ ആരേലും ഫോൺ വിളിക്കും. എനിക്ക് ഇതുപോലെ ദേഷ്യമുള്ള ഒരു കാര്യമില്ല. പക്ഷെ എന്താടാ മോനെ, പുള്ളിയാണ് പറഞ്ഞത്. ഒരു വീഡിയോ ഉണ്ട്, അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാ വെയിറ്റിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു ഈ സംഭവം പറഞ്ഞോന്ന്. നോർമലി അങ്ങനെ, ഇതിപ്പം പുള്ളി ചെയ്യുമ്പോ എക്സേൽ ചെയ്യണോ എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. നമ്മൾ നോർമലി എല്ലാരും തിരിച്ചല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിൽ വന്ന ബാക്കി എല്ലാ മൂവ്മെന്റും കെട്ടാം, പക്ഷെ ബാക്കിൽ മാത്രം വരുമ്പോഴത്തേക്കും ഈ ഒരു സാധനം വരും. ബാക്കിയെല്ലാം ബോഡിക്ക് അഗേൻസ്റ്റ് അല്ലേ പോകുന്നത്, പുഷ് അല്ലേ. അപ്പൊ നമ്മൾ ബ്രീത്ത് ഔട്ട് ആവില്ല. ഇത് പുള്ളല്ലേ വരുന്നത്, അതാ വ്യത്യാസം. ഇന്ത് പ്രോട്ടീൻ നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ഒരു പിഞ്ച് ഓഫ് ഹിമാലയൻ സാൾട്ട് വല്ലതും ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇലക്ട്രോലൈറ്റ്സ്. പിന്നെ ചൂടാണ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് ജിമ്മിലൊരു നല്ല പമ്പ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫങ്ഷനിങ് എല്ലാം നടക്കണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഇഞ്ചുറീസ്, എപ്പോഴും ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഇഞ്ചുറീസിനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ തുടങ്ങിയതിന് അത്യാവശ്യം പമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ ആഴ്ച ഓരോ വർക്കൗട്ട് പ്ലാൻ എന്നുള്ളതല്ല, ഒരു വർക്കൗട്ട് പ്ലാൻ മിനിമം ഒരു ഇത്ര മാസം ഫോളോ ചെയ്യണം, എങ്കിലേ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വരത്തുള്ളൂ. ഒരു പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്നുള്ള രീതിയിൽ. എന്റെ ഇപ്പൊ 2 മാസം ഒറ്റ വർക്കൗട്ട്, ഒറ്റ റുട്ടീനാ, അത് മാറത്തില്ല. ഡയറ്റ് മാറ്റാൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പൊ എന്റെ പോകുന്ന പുഷ് പുൾ ലെഗ് 3 days on 1 day off, പിന്നെയും 3 days on 1 day off. അപ്പൊ അതില് ഇത്ര നമ്പറേ വരത്തുള്ളൂ. ഇപ്പൊ ചിലപ്പോ 2 വർക്കൗട്ടേ വരുന്നുള്ളൂ പ്രൈസിന്. പക്ഷെ അല്ലാത്തപ്പോ ചിലപ്പോ അങ്ങനെ ആയിരിക്കത്തില്ല. ഇപ്പൊ ഫോളോ ചെയ്യുന്നതിൽ അങ്ങനെ. മറ്റേതിൽ ചിലപ്പം ബോഡി എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിരിക്കും. ചിലപ്പോ എനിക്ക് ഒരു പർട്ടിക്കുലർ ബോഡി പാർട്ട് ലാഗിങ് ആണെങ്കിൽ അതിന് കൂടുതൽ വർക്കൗട്ട് വരുന്ന രീതിയിൽ അങ്ങനെ വരും. പക്ഷെ നോർമലി ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ ഒരു ഫ്രെയിം വർക്കൗട്ട് രീതിയിലാണ്. എന്ന് വെച്ചാൽ എല്ലാം ഒരു സിമെട്രിയിൽ ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലരുടെ ഈ തുടക്കത്തിൽ കണ്ടില്ലേ, കൈ വലുതാം കാല് വലുതാം. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ വർക്കൗട്ട് തന്നത് അത് മാത്രം ഫോളോ ചെയ്താൽ മതി. അത് ഫൗണ്ടേഷനാണ്. എന്നാൽ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലായിട്ട് കാര്യമില്ല. ആ ടീവാ ഡ്രോപ്പ് സെറ്റ് ബാക്ക് തകർന്നു പോയി. പില്ലർ സെറ്റ്, ടീവാ ഡ്രോപ്പ് സെറ്റ്. പണ്ട് ബാക്ക് വർക്കൗട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഡെഡ് ലിഫ്റ്റ് ആയിരുന്നു. ഡെഡ് ലിഫ്റ്റ് എത്ര PR അടിക്കും, 8, 9, 10 സെറ്റൊക്കെ ആയിരുന്നു ഡെഡ് ലിഫ്റ്റ് ചെയ്തോണ്ടിരുന്നത്. ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരുടെ ഫോം കറക്റ്റായിട്ട് മാത്രം വെയിറ്റ് നോക്കുക. ഓവർ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ റെപ്സ് അടിച്ച് നടുകളായിരിക്കുക. ഈ ഒരു വർക്കൗട്ടാണ് കഴിഞ്ഞ എന്റെ ട്രാൻസ്ഫോർമേഷൻ തൊലച്ചത് ഗൈസ്. എന്നോട് പേടിച്ച് അത്ര സ്വിച്ച് ചെയ്യുന്ന ഒരു വർക്കൗട്ട് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് അത്ര സ്ട്രെച്ച് കൊടുക്കാത്തത്.
തുടങ്ങിയ ദിവസത്തെ കാണിക്കായിരുന്നു വീഡിയോ. തുടങ്ങിയ ദിവസം എങ്ങനെയാ, 8 ദിവസമായപ്പോ എങ്ങനെയാണ്. ഇന്ന് ബോഡി റിവീൽ ചെയ്താലോ? കമന്റ് ബോക്സിൽ പറയുവാണെങ്കിൽ ബോഡി റിവീൽ ചെയ്യും. 8 days ട്രാൻസ്ഫർമേഷൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയത്. ഇനി ചെല്ലുമ്പോഴത്തേക്കും ചോറും ചിക്കനും. വർക്കൗട്ട് കഴിഞ്ഞിട്ട് ചോറും ചിക്കനും അതൊരു വികാരമാണ്. ഇത് ബോഡി ബിൽഡേഴ്സിന് പ്രത്യേകിച്ച് അറിയാവുന്നൊരു വികാരമാണ്. ചിക്കൻ, റൈസ്, ഓട്സ്, മുട്ട, ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. വേറെ ഒന്നുമില്ല. ആൾക്കാർ അറിയാം ബോഡി ബിൽഡേഴ്സിനെ ചുമ്മാ തിന്നു ഉറങ്ങി ഇതാ പോയത്. ബോഡി ബിൽഡേഴ്സ് പക്ഷെ തിന്നുന്ന ഒരേ സാധനമാണ്. ഒരേ പുഴുങ്ങിയ ചിക്കൻ, മസാലയില്ല, ഉപ്പുണ്ടാവും, മസാലയില്ല, ടേസ്റ്റും ഇല്ല. പറയുന്നവർ ഒരു ദിവസം കഴിക്കത്തില്ല, ഒരാഴ്ച കഴിക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം കോച്ച് പ്രിൻസിനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്രിൻസ് അന്ന് തീരും. പ്രിൻസിന്റെ ട്രാൻസ്ഫർമേഷൻ ആണോ? നോക്കിയില്ലെന്നോ? പറ പ്രിൻസ്, പ്രതികരിക്കേ. ഇന്ന് വായ കൊണ്ടല്ല